നമസ്കാരം. മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. ആദിത്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതായ കാലത്തെ മിഥുന മാസം എന്ന് പറയുന്നു. ഈ മിഥുന മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മിഥുന മാസത്തിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ സഹായ സ്ഥാനത്തിലേക്ക് കടക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം വളരെയധികം ഔദ്യോഗികമായി അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മെച്ചം വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പ്രവർത്തനം കൂടുതൽ സുഗമമാകുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. അതിനാൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അധികാരികളുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് പ്രീതി അംഗീകാരം വന്നെത്തുന്നതുമാകുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള തടസ്സങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതും ഇത്തരത്തിൽ തടസ്സങ്ങളെ മറികടന്ന് ഒഴിവായി പോകുന്നതിനും അഥവാ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഘടകങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും അർഹമായ പരിഗണന ലഭിക്കുകയും ചെയ്യുന്നതായ അവസരങ്ങളും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, നല്ല ഫലപ്രാപ്തി ഏതൊരു കാര്യത്തിലും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിരയാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് 12-ലും ജന്മരാശിയിലും വ്യാഴം, ആദിത്യൻ എന്നിവ സഞ്ചരിക്കുന്നുണ്ട്. ബുധ, ശുക്രന്മാർ ജന്മരാശിയിലുമുണ്ട്. അതിനാൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പ്രണയാഭിവൃദ്ധി വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. അത്തരത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പറയാം. ഭാവിയിലേക്ക് പ്രയോജനകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഏതൊരു കാര്യം വാങ്ങുവാൻ ആഗ്രഹിച്ചാലും അത് വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനുള്ള സാധ്യതകൾ, വാങ്ങുവാനുള്ള സാധ്യതകൾ പോലും അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ധനപരമായ നേട്ടങ്ങളും മനസ്സിലേക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്ന് ലഭിക്കുകയോ ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ വളരെയധികം വിജയങ്ങൾ, പുതിയ അവസരങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്ന അധ്വാനഭാരം ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ധനബാധ്യതകൾ അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും സ്തംഭനാവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ വാങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൂർവികരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് പൂർവികരുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാകുന്നു. അത്തരത്തിൽ പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3 ഗ്രഹങ്ങൾ 11ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടുണ്ട്. അതിനാൽ തന്നെ ന്യായമായ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളിലും വിജയങ്ങൾ നേടുക, മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ, പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതാകുന്നു. പിണക്കം മറന്ന് ദമ്പതികൾക്ക് ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഡംബരപരമായ വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്ഥാനക്കയറ്റം, വേതന വർധനവ് എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, വരുമാന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ഒഴിഞ്ഞ് കിട്ടുന്നതാകുന്നു. പല കടബാധ്യതകളും ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങളും വന്ന് ചേരാവുന്നതാണ്. പൊതുവെ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വിപരീതമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും അത് ശോഭനമാക്കുവാൻ, വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അർഹമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, സ്വാധീനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസം കൂടിയാണ് ഇത്. പൊതുവെ വിശ്വാസം ആർജിക്കുവാൻ സാധിക്കുന്നതായ സമയം. പഠനവുമായി ബന്ധപ്പെട്ട് ദിശാബോധം കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം, അതായത് കുടുംബത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളും, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പൊതുവെ ഇവർക്കും അനുകൂലമായ സമയമാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഔദ്യോഗികമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. സ്വന്തം തീരുമാനങ്ങൾ അത് മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും വിധം ഇവർക്ക് മാറ്റുവാൻ സാധിക്കും. അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും വന്ന് ചേരുന്നതായ സമയമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വരുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുന്നതായ സമയമാകുന്നു. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചിട്ടി
ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പരിഹാരം കണ്ടെത്തുകയോ പോംവഴി കണ്ടെത്തുകയോ ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. ഔദ്യോഗികമായും ഉയർച്ച വന്നു ചേരും. കൂടാതെ ഈ സമയം ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക. ഈ മാസം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും ശുഭകരമാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും.